നമസ്കാരം, ഞാൻ ഡോക്ടർ വൃന്ദ മഹേഷ്. ഞാനിങ്ങനെ കാത്തിരിക്കുന്നത് പിറ്റേ ദിവസം കൊല്ലത്തെത്തിയിട്ട് ആശ്രമ മൈതാനത്ത് നടക്കുന്ന ദി ഓഷ്യൻ മറൈൻ എക്സ്പോ കാണാനായിട്ടാണ്, നമ്മുടെ കൊല്ലം ഫെസ്റ്റ്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് മെഡിക്കൽ കോളേജ് ഡ്യൂട്ടി കഴിഞ്ഞ് KSRTC കയറി അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ മഹേശ്വരൻ്റെ സിസ്റ്ററായിട്ടുള്ള നീലും ഫാമിലിയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ കുറച്ച് പൊട്ട സെൽഫിയൊക്കെ എടുത്തു, ചായയൊക്കെ കുടിച്ച് അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 6 മണി അടുപ്പിച്ചായി. അപ്പോൾ അത് 10 മണി വരെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞ് ഞാൻ ചാടിത്തുള്ളി പോവുകയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു അത് കാണാൻ. കാരണം കുറേ നാളായി ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട്. അത് മാത്രമല്ല, എനിക്കിങ്ങനെ റീലിലൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ സാത്തൂനെയും കൊണ്ട് പോകല്ലോ, അപ്പോൾ അവനതൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പൊതുവേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനങ്ങ് ഉറങ്ങിപ്പോയി ഇരുട്ടായപ്പോൾ. കണ്ടോ, ഇങ്ങനെ ഒരു പൂരപ്പറമ്പ് വൈവായിരുന്നു അവിടെ എത്തിയപ്പോൾ. നല്ല രസമായിരുന്നു അനൗൺസ്മെൻറ്റും. അങ്ങനെ ഇത് കുറേ നാളായിട്ട് നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്, ഈ വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ദ ഓഷ്യൻ മറൈൻ എക്സ്പോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കണം. അഡൽസിന് 150 രൂപ. 5 വയസ്സുള്ള കുട്ടികൾക്ക്, താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. ഇങ്ങനെ ഈ ആംഗ്ലർ ഫിഷ് എന്നുള്ളൊരു മീനിൻ്റെ മോഡലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, അതിൻ്റെ തലയിൽ കാണുന്ന പോലെ ലൈറ്റൊക്കെ കണ്ടോ. കടലിൻ്റെ കടുത്തട്ടിൽ കാണുന്ന മീനാണ് ഈ ആംഗ്ലർ ഫിഷ്. അപ്പോൾ അതിൻ്റെ ഈ തലയിലുള്ള ഈ ലൈറ്റ് വെച്ചിട്ടാണ് അത് ഇര പിടിക്കണമെന്നൊക്കെയാണ് പണ്ട് ബാലരമ ഡൈജസ്റ്റിൽ വായിച്ചിട്ടുള്ളത്. എന്നൊക്കെ ഞാനൊരു പണ്ഡിതനായിരുന്നു. ഞങ്ങൾ വന്നൊരു സമയത്ത് നല്ലൊരു മഴ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലൊക്കെ ഫുള്ള് ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചാടിക്കിടന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് കയറി. ആദ്യം തന്നെ കയറുന്ന റൂമിൽ തന്നെ ഈ കിളികളെ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്ത് വെച്ചേക്കണ കുറച്ച് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉള്ളൊരു റൂമായിരുന്നു. അപ്പോൾ തന്നെ കിളികളിങ്ങനെ ഫ്രീ ആയിട്ട് പറന്ന് നടക്കണം, നമുക്ക് അവരെ കാണാം, ആസ്വദിക്കാം. ഈ ലവ് ബേർഡ്സ്, പാരക്കീറ്റ്, അങ്ങനത്തെയൊക്കെ കിളികളായിരുന്നു. കണ്ടോ, സാത്തുവിനൊക്കെ സന്തോഷമായി അകത്തേറിയപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ കുറേ രഥം, ഇങ്ങനെ ഈ അപ്പുറത്തെ സൈഡിലൊരു വെള്ള രഥം, പിന്നെ അവിടെ ഒരു ഫൗണ്ടൻ. ഇതായത് 3 ഫോട്ടോ പോയിന്റുകൾ. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ 8 ഈ സമയത്തൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാം കണ്ടു തീരുമെന്നുള്ള എക്സൈറ്റ്മെൻറ്റും, പിന്നെ മാത്രമല്ല തള്ളവൈബായാലും ഇനിയിപ്പോൾ ഈ രഥത്തിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നത് കുറച്ച് ഒരു ക്രിഞ്ചാകുമോ എന്നൊക്കെ വെച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല. ശരിക്കും ഇതിൽ കുട്ടികളെ കൊണ്ട് പോകാന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അവർക്ക് ഇതൊക്കെ പറയുകയും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മൊത്തം സന്തോഷം കാണാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ വലിയ ആൾക്കാർ മാത്രം പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്താ ഇപ്പോൾ ഇത്ര കാണാൻ എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ കുറേ ലവ് ബേർഡ്സ്, സ്ഥിരം ഈ കളറുള്ള തത്തമ്മ, പാരക്കീറ്റ്, ഇതൊക്കെ ഇപ്പോൾ എന്തത്ര വലിയ കാണാമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കണേ. പക്ഷെ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസം. അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതുപോലെ ഗ്രേ കളറിൽ കുറച്ച് തത്തമ്മകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നതായിരുന്നു വെച്ചാൽ പണ്ട് നടൻ മാധവൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതാ കണ്ടോ, ഗ്രേ കളർ. ഇതിപ്പോൾ ആഫ്രിക്കൻ തത്തമ്മയാണെന്ന് അറിയില്ല. പുള്ളി ഇങ്ങനെ ആഫ്രിക്കൻ തത്തമ്മേനെ വളർത്തിയിട്ട് പ്രശ്നമായി എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഈ ഗ്രേ കളർ കിളികളെ കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ചിലപ്പോൾ ലവ് ബേർഡ്സ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത റൂമിൽ കയറി. അടുത്ത റൂം എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോബോട്ട്സിൻ്റെ റൂമായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റിയാണ് ഞാൻ കൂടുതൽ റീലൊക്കെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പട്ടി റോബോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ റീലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ റൂമിൽ കയറി അവിടെ ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ എഴുതി വെച്ചൊന്നും വായിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ ഇതിലേക്ക് പോയി. ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ, പട്ടി റോബോട്ട്. പട്ടി റോബോട്ട് നമ്മളെ കണ്ടപ്പോൾ തന്നെ ചാടി ഇരിക്കും. എന്നിട്ട് ശബ്ദമൊന്നുമില്ല, ഇങ്ങനെ കുറേ ഗോഷ്ടി കാണിക്കലേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. നമ്മൾ കൈയൊക്കെ നീട്ടുമ്പോൾ നമുക്ക് കൈ ഷെയ്ക്കാനൊക്കെ തരും. അങ്ങനെയൊക്കെ സാത്തുവിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ സാത്തുവിന് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് ഓടിയൊക്കെ നടന്നു. 2-3 എണ്ണം ഉണ്ട് അവിടെ, 2-3 പട്ടി റോബോട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓടിയൊക്കെ നടക്കും, നമുക്ക് ഷെയ്ക്കാനൊക്കെ തരും, കുറച്ച് ഇതൊക്കെ കാണിക്കും, ഷോയൊക്കെ കാണിക്കും. ഉണ്ടോ, വേണ്ട അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരാണ് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യണം. അവരിങ്ങനെ റിമോട്ട് വെച്ചിട്ട് ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെയൊക്കെ. നമുക്ക് ആദ്യം ഇത് മനസ്സിലാവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാണിക്കണതിനനുസരിച്ച് അതും ഇങ്ങനെ കാണിക്കും. ഞാൻ ഷെയ്ക്കാൻ്റെ അടുത്തൊരു സാത്തുവിനെ കൊണ്ട് ഷെയ്ക്കാൻ്റെ കൊടുപ്പിക്കാൻ നോക്കിയത്. പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ കാല് വളഞ്ഞു പോയി. പിന്നെ ശരി, പിന്നെ അതങ്ങ് ഓടിപ്പോയി. എനിക്ക് മനസ്സിലായി ഞങ്ങൾ കുറച്ച് അപകടമാണ്, അതങ്ങ് ഓടിപ്പോയി. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു. അതിന് കുറേ ഷോയൊക്കെ കാണിക്കും. ഇങ്ങനെ ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോൾ ഷെയ്ക്കാൻ്റെ തരും. ഈ പട്ടി റോബോട്ടുകൾ അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ കുറച്ചേരൊക്കെ അതിന് ഷെയ്ക്കാൻ്റെ കൊടുക്കുക, അതിൻ്റെ പുറകെ കിടന്ന് ഓടുക. ഈ വക കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത റോബോട്ടുകളുടെ അടുത്തേക്ക് പോയി. അടുത്ത റോബോട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഡാൻസിങ് റോബോട്ടായിരുന്നു. ഡാൻസിങ് റോബോട്ട് വലിയൊരു സംഭവമൊന്നുമില്ല. അതിങ്ങനെ ചുമ്മാ പാട്ടിനനുസരിച്ച് ഇങ്ങനെ കഴിഞ്ഞ കാലൊക്കെ ഇട്ട് ഇങ്ങനെ പൊക്കും തിരിയും, ഈ വക പരിപാടികളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്കത് വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നില്ല. ഞാനും സാത്ത് വേഗം അങ്ങ് പോയി. ഇത് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച വീഡിയോ ഒന്നും എടുക്കണ്ട, കാരണം എനിക്കിങ്ങനെ അവനോരോന്നൊക്കെ പറഞ്ഞു കൊടുക്കൊക്കെ വേണമല്ലോ. പക്ഷേ എനിക്ക് ഇത് കയറി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞു മഹേഷേട്ടനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ മഹേഷേട്ടനൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ അവനെയും കൊണ്ട് അവിടെ കൂടി എടുക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ റോബോട്ട്സ് പടം വരയ്ക്കുക, അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, കളർ കൊടുക്കുക. പിന്നെ ഒരു പീക്കി റോബോട്ട് ഉണ്ടെന്ന് അറിയണ്ടായിരുന്നു. അതിനെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത റൂമിലേക്ക് പോയി. അടുത്ത റൂമിൽ ഇതുപോലെ വലിയൊരു അക്വേറിയം, അതിനകത്ത് കുറേ മീനുകൾ, പിന്നെ ഇതുപോലെ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ പുള്ളിനെ കൊണ്ട് പറ്റുന്ന ഇതിലൊക്കെ നമ്മളിങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം എഫേർട്ട് ഇടുന്നുണ്ട് പുള്ളിക്കാരൻ. എന്നുവെച്ചാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നല്ലോണം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു സംഭവമായിരുന്നു.
നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ ഇങ്ങനെ പോസ് ചെയ്തൊക്കെ തരും പുള്ളി. പിന്നെ ചെറിയ പിള്ളേർക്കൊക്കെ ഫ്ലൈങ് കിസ് കൊടുക്കുക, പിന്നെ അതുപോലെ കുമിളകളൊക്കെ ഉണ്ടാക്കി പൊട്ടിക്കുക, അങ്ങനത്തെ പുള്ളി നല്ല എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ ഇതൊക്കെ. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇത് 360 ഡിഗ്രി സെൽഫി, അതിപ്പോൾ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് എടുക്കാനും വിട്ടുപോയി. പിന്നെ ആ ഭാഗത്തേക്ക് ഞങ്ങളത് നോക്കിയില്ല. പിന്നെ അതാ കണ്ടോ, ഇത് കടലിനടിയിലെ കൊട്ടാരം എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു ഫോട്ടോ പോയിന്റ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ തെറിക്കും. ഇനി ഞങ്ങൾ അപ്പുറത്തുള്ള റൂമിൽ പോയി. അവിടെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, നമ്മുടെ മത്സ്യകന്യക കിടക്കുന്നത്. മത്സ്യകന്യകയ്ക്ക് ഈ പറഞ്ഞ പോലെ പുറകിൽ ഓക്സിജൻ്റെ സംഭവങ്ങളൊന്നുമില്ല, ഓക്സിജൻ ട്യൂബൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിൽ പോയിട്ട് ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോയി വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ റോസ്, പിന്നെ അതുപോലെ റിബൺസ് ഇതൊക്കെ കൊണ്ടുവരും. എന്നാലും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കണ്ടോ റിബണൊക്കെ കൊണ്ടുവന്നു മുകളിൽ നിന്ന് വന്നപ്പോൾ. നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് അവർ. ഈ അടിയിലും കിടന്നിങ്ങനെ ഇതൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും ഇവർക്ക് ഓക്സിജൻ ട്യൂബൊന്നുമില്ല. അവർ മുകളിൽ പോയി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ പോയിട്ട് ശ്വാസം എടുത്തിട്ട് വരും. എന്നിട്ട് ഞങ്ങൾ പിന്നെ മറൈൻ അക്വേറിയത്തിലേക്ക് പോയി. ശരിക്കും ആദ്യം കയറി വന്നപ്പോൾ തന്നെ ഇതുപോലത്തെ കുറേ കറുത്ത മീനുകളായിരുന്നു കണ്ടത്. ഇത് എന്തുട്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്കിങ്ങനെ കറുത്ത മീനുകൾ കണ്ടപ്പോൾ പഴയ ബ്ലാക്ക് മോളിന് ഓർമ്മ വന്നത്. പണ്ടൊക്കെ ഫിഷ് ടാങ്കിൽ സ്ഥിരം ഗോൾഡ് ഫിഷും ബ്ലാക്ക് മോളി ഇവർ രണ്ടുപേരുമായിരുന്നു. ഞാൻ സാത്തിനോട് ഇത് ബ്ലാക്ക് മോളിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചുമ്മാ എനിക്ക് വായിത്തോന്നൊക്കെ പറയും. അവനത് വിശ്വസിക്കുമായിരിക്കും, അവനത് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലായിരിക്കും. എന്തായാലും അവനതൊക്കെ ഇഷ്ടപ്പെട്ടു. അവനതൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം ഐറ്റം, നമ്മുടെ മെയിൻ ഹീറോ അരാപ്പയ്മ. അരാപ്പയ്മ കുറേ വായ പൊളിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണോ ഇത് അരാപ്പയ്മകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായ പൊളിച്ച് ഷോ ഇറക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ കുറഞ്ഞായിരുന്നു. സാത്തിന് പറഞ്ഞൊക്കെ കൊടുത്തു, വലിയ മീനാണ് അരാപ്പയ്മ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രസമായിരുന്നു അതൊക്കെ. അവനെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അവൻ്റെ പൊക്കത്തിലല്ല ഇരിക്കുന്നത്, കുറച്ചുകൂടെ പൊക്കത്തിലാണ്. അപ്പോൾ അവൻ പൊക്കത്ത് വെച്ചതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഇലക്ട്രിക് ഈലുണ്ടായിരുന്നു, ഈ ലോബ്സ്റ്റർ, അങ്ങനത്തെ ഞണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ നമ്മുടെ മെയിൻ ടണൽ അക്വേറിയത്തിലേക്ക് എത്തി. അവിടുത്തെ മെയിൻ സ്റ്റാർസ് ഈ തിരണ്ടികളാണ് കേട്ടോ. ഈ തിരണ്ടികളെ കാണുമ്പോൾ ക്രൊക്കഡൈൽ ഹണ്ടറിന് ഓർമ്മ വരും. പണ്ടൊരു ക്രൊക്കഡൈൽ ഹണ്ടർ ഉണ്ടായിരുന്നു, സ്ഥിരം കാർട്ടൂണല്ല, നമ്മളിങ്ങനെ ഡിസ്കവറി ചാനലൊക്കെ കാണുന്നത്. പുള്ളി ഇങ്ങനെ കുറേ ക്രൊക്കഡൈലിനൊക്കെ പിടിച്ച് ഇങ്ങനെ ഫോട്ടോയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ. അപ്പോൾ പുള്ളി തിരണ്ടി കുത്തിയാൽ മരിച്ചെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ക്രൊക്കഡൈലിനൊക്കെ പിടിക്കുന്ന ആൾ ഈ തിരണ്ടി കുത്തി മരിച്ചു പോയല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തിരണ്ടീനെ എപ്പോൾ കണ്ടാലും എനിക്ക് അതാ ഓർമ്മ വരെ, ക്രൊക്കഡൈൽ ഹണ്ടറിന്. അപ്പോൾ അതൊക്കെ ഞാൻ സാത്തൂനൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ തിരണ്ടി കണ്ടു, ഇങ്ങനെ അടി കൂടെ പോകുമ്പോൾ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ആ വെള്ള ഭാഗം അടിഭാഗമാണ് കാണുക, അത് നല്ല രസമാണ്. എപ്പോഴും ഈ ടണൽ അക്വേറിയംസ് തിരണ്ടി ആയിരിക്കും മെയിൻ അട്രാക്ഷൻ. പിന്നെ അതല്ലാതെ തന്നെ മറ്റ് മീനുകൾ, ഷാർക്കുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വിശാലമായിട്ട് അതൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റി. സാത്തൂന് ഇത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഈ സൈഡിൽ കണ്ട മത്സ്യങ്ങൾ തന്നെയാണ് ഈ മുകളിൽ കൂടെ പിന്നെയും നമുക്ക് പോകുന്നത് കാണിക്കുക. ഇവിടുത്തെ ഈ അക്വേറിയത്തിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കുഞ്ഞു മീനുകളാണ് കേട്ടോ. പല കളറിൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കളറിലുള്ള കുറേ കുഞ്ഞു മീനുകൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കണം. കൊച്ചു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതായത് ഈ കിളിൻ്റെ കണ്ട്, അതല്ലാതെ കുറേ വേറെ മീനുകൾ, ഗോൾഡ് ഫിഷ്, കാറ്റ് ഫിഷ്, ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്. പക്ഷേ മെയിൻ അട്രാക്ഷൻ ഇവരാണ്. ഈ പറഞ്ഞ പോലെ പിങ്ക്, കിളിപ്പച്ച, മഞ്ഞ, ഈ ചുവപ്പ്, ഈ കളറിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു മീനുകൾ നിറച്ചിട്ട് വെച്ചേക്കണം. ഇത് ഒരുപാട് സ്ഥലത്ത് ഇത് പിന്നെയും റിപ്പീറ്റ് വരുന്നുണ്ട്, കാരണം ഇത് അത്രയും രസമായതുകൊണ്ടേ അവർ പല സ്ഥലത്ത് പിന്നെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഞാൻ സാത്തു അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി കാണാൻ. കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, ഇത് വലിയ ആൾക്കാർക്ക് തന്നെ ഇഷ്ടപ്പെടും, നല്ല രസമായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ വേറെ അക്വേറിയത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തു. കുറച്ച് സമയം ഞങ്ങളങ്ങനെ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കണ്ടത് കുറച്ച് പേര് തേത്ത മീനുകളൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. ഒരു മുള്ളമ്പന്നി പോലത്തെ മീൻ, തലയിൽ ഇങ്ങനെ ഒരു മുഴയുള്ള മീൻ, ഇത് കണ്ടോ, ഒരു മുള്ളമ്പന്നി മീൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവരിങ്ങനെ കിടക്കുക കേട്ടോ, എന്താണാവോ. ഇതിങ്ങനെ കുറേ പേരറിയാത്ത കുറേ മീനുകളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും വലിയ എക്സ്പ്ലനേഷനൊന്നും ഞാൻ കൊടുക്കാൻ പോയില്ല. ഇത് കണ്ടോ, ഇത് നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ഈ പല കളറിലുള്ള മീനുകളല്ലേ, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പേർഷ്യൻ പൂച്ച 3 എണ്ണം, ഒരു കറുപ്പും 2 വെള്ളയും. അത് രാവിലെ തൊട്ടിങ്ങനെ ഷോയൊക്കെ കാണിച്ച് മതിയായിട്ടാണെന്നല്ല, എല്ലാവരും ഉറക്കമായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. 3 പൂച്ചകൾ ഈ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ സ്ഥിരം പൂര എക്സിബിഷനിലൊക്കെ കാണുന്ന കുറേ കാഴ്ചകളായിരുന്നു. കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പല കളറിലുള്ള കൊണ്ടാട്ടം. അപ്പോൾ ഈ കൊണ്ടാട്ടത്തിൻ്റെ അടുത്ത് കൂടെ പോയപ്പോൾ അവർ നമുക്ക് സാമ്പിളൊക്കെ തിന്നാൻ തന്നു. പിന്നെ ഇത് രാജസ്ഥാനി ജൂത്തി, ആ കാലിലിടുന്ന ചെരുപ്പ്, രാജസ്ഥാനിൽ നിന്ന് വന്നത്. പിന്നെ അതിൻ്റെ ബാഗുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തള്ള വൈബ് കിക്ക് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ ഇതൊന്നും വാങ്ങിച്ചില്ല. എനിക്കെന്തോ ഇതിലൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു. നമ്മളതൊക്കെ ഇതാണ് എൻ്റെ ഇൻട്രസ്റ്റുള്ള സാധനം. ഇതിങ്ങനെ ലൈവായിട്ട് ജീവനുള്ള പാമ്പിനെ നമുക്ക് തരുമായിരുന്നു. 50 രൂപയായിരുന്നു. സാത്തുവിന് എന്തോ ഒരു കുഞ്ഞു വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അവനത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ പാമ്പിനൊന്നും നോക്കാൻ ടൈമില്ല. അവനൊന്നും വലിയ മൈൻഡ് തന്നെ. അവൻ വിചാരിച്ചു അവൻ ഇതൊക്കെ കണ്ട് പേടിക്കുമായിരിക്കും വിചാരിച്ചു. അവൻ മൈൻഡ് പോലും ചെയ്തില്ല. ശരിക്കും ഇതിങ്ങനെ റബ്ബർ പാമ്പ് പോലെ കേട്ടോ. നമ്മുടെ മേത്തേക്ക് ഒരു പാവേനെ ഇട്ട പോലെ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ചൊരു ലൈവായിട്ടുള്ള ജീവനുള്ള ഒരു പാമ്പ് നമ്മുടെ മേത്ത് എഴയണ പോലെ അങ്ങനെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബേസിക്കലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പിന്നെ ഒറ്റയ്ക്കും അതിനെ കൊണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു കുഞ്ഞി പാമ്പ് പാവം, അതിനിങ്ങനെ എല്ലാവരും എടുത്തെടുത്ത് അതിന് തന്നെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50 രൂപയായിരുന്നു. 50 രൂപ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എടുത്തിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. നമുക്ക് മതിവരുവോളം എടുക്കാം. പിന്നെ അതല്ലാതെ തന്നെ ഇങ്ങനത്തെ കിളികളും ഒക്കെ ഉണ്ടായിരുന്നു. കിളികളെ ഫ്രീ ആയിട്ട് തന്നെ അവർ പിടിക്കാൻ തന്നു. അപ്പോൾ മഹേഷേട്ടനും സാത്തൊക്കെ ദൂരെ ആയതുകൊണ്ട് നീലുമാണ് പിടിച്ചത്. ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവുട്ടിക്ക് പേടിയായി, ദേവുട്ടി തിരിഞ്ഞിരുന്നു.
അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിനൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നീലു ഇങ്ങനെ പിടിക്കണതായിട്ട് കുറച്ച് ഫോട്ടോ ഇപ്പോഴൊക്കെ അതേ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതേ കണ്ടോ, ഇത് നമ്മുടെ ഇഗ്വാന എന്നായിരുന്നു തോന്നുന്നു എൻ്റെ പേര്. ഇതിങ്ങനെ വലിയ ആരും മൈൻഡ് ചെയ്യാതെ ഇതിങ്ങനെ വലിയ ആളായിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലാതെ അതിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂടെ കുറച്ച് സെൽഫി ഒക്കെ എടുത്തു. കുറച്ച് ചേട്ടൻ എന്നെ കാണണ്ടായപ്പോൾ ഞാൻ ഇവിടെ തകർക്കായിരിക്കുന്നു മനസ്സിലാക്കിയിട്ട് മഹേഷേട്ടനും കുറച്ചൊക്കെ ഓടിയെത്തി. പിന്നെ അവർക്ക് ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു, അവരെൻ്റെയും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും നമ്മൾ നടത്താൻ തുടർന്നു. പിന്നെയും തൃശ്ശൂർ എക്സിബിഷൻ വൈബ്സ് ആയിരുന്നു. ഇതുപോലെ കുറേ കൈത്തറി സാരികൾ, ബെഡ്ഷീറ്റുകൾ, ഇങ്ങനെ കുറേ അടുക്കളയിലത്തെ കുറേ സംഭവങ്ങൾ ഇതൊക്കെ അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതുപോലെ കുറേ സ്വീറ്റ്സ്, അലുവയും അതൊക്കെ. പിന്നെ ഇവിടെ നിന്നുള്ള എൻ്റെ ഒരേ ഒരു പർച്ചേസ് ഈ പൊട്ടുകളായിരുന്നു കേട്ടോ. അത് ഈ പൊട്ടുകൾ ഇങ്ങനെ ഗോപി പൊട്ടുകൾ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞങ്ങൾ എടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നീലു കുറേ പർച്ചേസിനൊക്കെ വേണ്ടി ഈ അലുവയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നീലു നിന്നു. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ഫോർവേഡ് ആയല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അതിന് ശേഷം ഇങ്ങനെ കുറേ കമ്മലുകളുടെയൊക്കെ കടയുണ്ടായിരുന്നു. ഞാനൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കമ്മലുകളൊക്കെ. ഈ ഷോപ്പിംഗ് ഒക്കെ അവസാനിക്കുന്നത് ഇതുപോലത്തെ ഒരു ഫുഡ് കോർട്ടിലാട്ടോ. അങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ വട്ടത്തിൽ നിറച്ച് കടകളായിട്ട് നമ്മുടെ പിരിയൻ പൊട്ടറ്റോ ഫ്രൈ അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തരം ഫുഡുണ്ട്. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബജി, ബോണ്ട അങ്ങനത്തെ ഫുഡുകൾ, പിന്നെ അതുപോലെ കപ്പ, മീൻകറി അങ്ങനത്തെ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, എൻ്റെ മെയിൻ ഐറ്റം ഈ മുളക് ബജിയും പിന്നെ മറ്റേ കോളിഫ്ലവർ വറുത്തതും. അതാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള സാധനം. അപ്പോൾ ഈ കോളിഫ്ലവർ വറുത്തതായിരുന്നു അന്ന് വാങ്ങിച്ചത്. പിന്നെ അല്ലാതെ കപ്പയും മീൻകറിയും വാങ്ങിച്ചു. അപ്പോൾ കണ്ടോ, ഇങ്ങനെ കല്യാണ പന്തൽ പോലെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ചുറ്റും ഇങ്ങനെ കടകളുണ്ട്. നല്ല രസമായിരുന്നു. ആ കോളിഫ്ലവറൊക്കെ തിന്ന് കഴിഞ്ഞു കേട്ടോ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ. ഇത് കപ്പയും മീൻകറി. അപ്പോൾ ഇതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അത്യാവശ്യം ഹൈജീനിക്കാന്ന് വെക്കാം. ഇതോടുകൂടി എക്സിബിഷൻ്റെ സെക്ഷൻ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയത് സീ വേൾഡ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഷോക്കാണ്. എൻട്രി ഫീസ് ഒരാൾക്ക് 100 രൂപയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ കുറേ പക്ഷികളെയൊക്കെ കൂട്ടിലകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, അവിടെ കുറേ കോഴികളെ, പിന്നെ പിജിയൻസ് ഉണ്ടായിരുന്നു, കോഴികളായിരുന്നു, കരിങ്കോഴി, പിന്നെ ഈ വക ലവ് ബേർഡ്സ്, അങ്ങനെ നമ്മുടെ സ്ഥിരം പക്ഷികളൊക്കെ തന്നെ ചുമ്മാ കൂട്ടിലിട്ട് വെച്ചേക്കണം. എനിക്ക് കോഴികളെയൊക്കെ കൂട്ടിലിട്ട് വെച്ചേക്കണം എന്തിനാണ് സത്യം പറയാൻ മനസ്സിലായില്ല. കുറേ ടൈപ്പ് കോഴികളെ, തടിയുള്ള കോഴികൾ, മെലിഞ്ഞ കോഴികൾ, ഇതിനൊക്കെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ കൂടൊക്കെ നന്നാ കണ്ട വെള്ളക്കോഴി, നമ്മുടെ സ്ഥിരം ബ്രോയിലർ കോഴീനെയൊക്കെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ ഇതുപോലെ പാരക്കീറ്റ്, തത്തമ്മകൾ അതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇഗ്വാനയും കൂടി ഉണ്ടായിരുന്നു. അതിന് കൂടെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ നമ്മൾ പോയില്ല. അപ്പം ഇങ്ങനെ ഇതുപോലെ കുറച്ച് കിളികളൊക്കെ കൂട്ടിലിട്ട് വെച്ചേക്കണു. പിന്നെ അത് ഇതാണ് നമ്മുടെ 360 ഡിഗ്രി റിയാലിറ്റി ഷോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരണമായിരുന്നു അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ. അപ്പോൾ അന്ന സമയത്ത് അവിടെ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെ പുറത്ത് കസേരയൊക്കെ ഇട്ടുണ്ട്, നമ്മളവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും 10:30 ആയിട്ടോ. അപ്പോൾ ഈ നമ്മൾ മുന്നേ കണ്ട ഷോപ്പിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം വേറെ, ഇത് വേറെ, ഇതിങ്ങനെ പല പല സെക്ഷനായിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ ഈ 360 ഡിഗ്രി റിയാലിറ്റി ഷോയുടെ വേറെ സെക്ഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും 10:30 ആയി. പൊതുവേ ഇതെല്ലാം അടച്ചു തുടങ്ങി. അപ്പോൾ ഇത് അവസാനത്തെ ഷോ ആയിരുന്നു ഞങ്ങൾ കയറിയത്. കുറേ സമയം ഇങ്ങനെ വെറുതെ അവിടെ ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കലായിരുന്നു. സാത്തുന് ഇച്ചിരി പേടിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ സംഭവമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതോടുകൂടി അവൻ്റെ പേടിയൊക്കെ പോയി. ഇതിലങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ഇതിങ്ങനെ കുറേ ഇങ്ങനെ കാർട്ടൂൺ പോലെ ഇങ്ങനെ അവർ കാണിക്കും. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഫ്ലോർ അനങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് നമ്മൾ ഇതിലിങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഇരുന്നാൽ കുറച്ച് 3D പോലെയൊക്കെ തോന്നും. കുറച്ച് നേരമൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിട്ട് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇൻവോൾവ് ആയിട്ട് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കിടക്കണ പോലെയായി. അത്ര വലിയ സംഭവമൊന്നുമില്ലായിരുന്നു. ഇതിലും സൂപ്പറായിരുന്നു ഈ ജഡായുപ്പാതയിലത്തെയൊക്കെ 3D ഷോ. ഇതിപ്പോൾ ഒരു 1 ടൈം ഒക്കെ ഉള്ളൂ. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ പോലും സാത്തുവിന് അതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഒന്നും ഈ കാര്യത്തിൽ സാത്തു കാണിച്ചില്ല. പക്ഷേ എക്സൈറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു. അവർ ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ട് കണ്ടോ, ഒരു കുട്ടിയൊക്കെ എനിക്ക് നിന്ന് ഇതിലേക്ക് വളരെ ഇൻവോൾവ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും ഒരു തവണയൊക്കെ കാണാനുള്ളത്. പക്ഷേ ജഡായുപ്പാതയിലത്തെ അങ്ങനെയല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയും എപ്പോഴേലും പോവുകയാണെങ്കിൽ ഇനിയും കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയായിരുന്നു. രസമായിരുന്നു. കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും സാത്തു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിച്ചില്ല. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇച്ചിരി വിശപ്പൊക്കെ ആയിരുന്നു തോന്നുന്നു. കാരണം കുറേ നേരമായി ഈ അല്ലിനും നടക്കണോ തിന്നാനൊന്നും കിട്ടുന്നില്ലല്ലോ. അവിടെയാണെങ്കിലും ഈ കപ്പയും മീൻകറിയും അവന് താല്പര്യമുള്ള കാര്യങ്ങളല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3D പോലെ, അതായത് നമ്മൾ 3D കണ്ണടയൊന്നും വെക്കുന്നില്ല, ചെറിയ രീതിയിൽ ആ ഒരു നമ്മൾ നിൽക്കുന്ന ഭാഗമൊക്കെ ചെറിയതായിട്ടൊന്ന് ഇളകും. ഒരു കാർട്ടൂൺ കാണിക്കുന്ന പോലെ ഒരു 3D ഷോ ഉണ്ടായിരുന്നു. ഇതൊരു 10-15 മിനിറ്റത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മറ്റേ എക്സിബിഷൻ്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജയൻ വീൽ എന്ന് പറയുന്ന സംഭവമില്ലേ, ഇങ്ങനെ കറങ്ങുന്നത് പുറത്ത്, ഇങ്ങനെ സ്ഥിരം ഈ പൂരപ്പറമ്പിലൊക്കെ കാണുന്ന ഒരു ഐറ്റം, എനിക്ക് അതിലൊക്കെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ജയൻ വീലാണേലും പിന്നെ കുറേ കൊച്ചു കുട്ടികൾക്ക് പറ്റിയ റൈഡുകളെല്ലാം ഉണ്ടായിരുന്നു. ദൈവം സഹിച്ച് 10 മണിയായപ്പോഴത്തേക്ക് എല്ലാം അടച്ചു. അതായത് 10 മണിയാണല്ലോ അതിൻ്റെ സമയം. അപ്പോൾ ഞങ്ങൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും 10-10 ആയി. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 360 ഡിഗ്രി റിയാലിറ്റി ഷോ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓടി കയറി. മറ്റേതൊക്കെ അടച്ചു പോയിരുന്നു ആ സമയപ്പോഴത്തേക്ക്. അപ്പോൾ അതെനിക്കൊരു കുഞ്ഞ് വിഷമമായി. അതിന് എപ്പോഴെങ്കിലും, അത് പിന്നെ എല്ലാ ഫെസ്റ്റിവൽക്കും സ്ഥിരമുള്ള സാധനം കൊണ്ട് അതിന് വലിയ വിഷമം തോന്നിയില്ല, ഇനിയും കയറാലോ. അപ്പോൾ അങ്ങനെ ഈ അഡ്വഞ്ചർ സംഭവങ്ങളെല്ലാം ആ സമയം കൊണ്ട് അടച്ചു പോയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 7 റിങ് തരും, 50 രൂപയ്ക്ക് 7 റിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങളിതൊക്കെ കുറേ എറിഞ്ഞ് നോക്കി. അത് ചുമ്മാ ഈ ക്യൂട്ടി സോപ്പ്, പിക്കിളുടെ ബോട്ടിൽ, എക്സോയുടെ ഡിഷ് വാഷർ, ഇതൊക്കെയായിരുന്നു സമ്മാനങ്ങൾ. ജഡായുപ്പാതയിൽ ഇങ്ങനത്തെ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ജേതാക്കളായിരുന്നല്ലോ.
അപ്പോൾ ആ ഒരു ഇതിൽ കൂട്ടത്തിൽ കുറച്ചെങ്കിലും മുന്നുള്ള ആദർശനെ കൊണ്ട് ഞങ്ങൾ എറിഞ്ഞ് നോക്കി. ഞങ്ങളൊക്കെ പലതവണ എറിഞ്ഞു, ഞങ്ങൾക്കൊന്നും ഒരു കുന്തവും കിട്ടിയില്ല. ആദർശം എറിഞ്ഞപ്പോൾ മാത്രം ഒരു ക്യൂട്ടി സോപ്പ് കിട്ടി. അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പിങ്കൊന്നും വേണ്ട, ഞങ്ങൾ എറിഞ്ഞിട്ട മറ്റേ സാൻഡൽവുഡിൻ്റെ ഫ്ലേവർ തന്നെ വേണമെന്നൊക്കെ അയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളത് എടുത്തു തന്നു. അപ്പോൾ ഇത് കിട്ടിയ ആവേശത്തിൽ പിന്നെ എറിഞ്ഞിട്ടൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടിയൊന്നുമില്ല, അപ്പോൾ കിട്ടിയതേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നും, പക്ഷെ സംഭവം അത്ര സിമ്പിളല്ല കേട്ടോ. നമ്മൾ എറിയുമ്പോൾ അത് അങ്ങോട്ടും കൂടെ ഒക്കെ പോകും. അങ്ങനെ കൃത്യം ടാർജറ്റിൽ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളൊന്നും എറിഞ്ഞിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ 100 രൂപയ്ക്കാണ് മത്സരിച്ചത്. അതിൽ 14 എറിയിലെറിഞ്ഞു. എന്തായാലും അതിലൊരു ക്യൂട്ടി സോപ്പ് കിട്ടി. ഇതൊക്കെയാണ് പുറത്ത് ഗെയിംസ് ഉണ്ടായിരുന്നത്. നമ്മൾ ആ 360 ഡിഗ്രിയിലേക്കൊക്കെ കയറിയപ്പോൾ ഇതുപോലെ നല്ല തിരക്കൊക്കെ ആയിരുന്നു, എല്ലാം നല്ല ഓണായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. ഇതുപോലെ മരണക്കിണർ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഈ ഓർക്കിഡ് ചെടികൾ, ഈ കുതിരയുടെ മുകളിൽ കുതിരസവാരി, പായസമേള അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും രാത്രി ആയപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാൻ കയറി. കുറ്റിയിൽ നിന്ന് പറഞ്ഞ ഹോട്ടലിൽ കഴിക്കാൻ കയറി. നമ്മൾ പിന്നെ ഓർഡർ ചെയ്യാനൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. രാത്രി 11-11:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇടിയപ്പം, പൊറോട്ട, ബീഫ് കറി, ചിക്കൻ കറി, പിന്നെ അതല്ലാതെ സാത്തുവിന് വേണ്ടി ചിക്കൻ ഫ്രൈ ഇതൊക്കെ വാങ്ങിച്ചു. അവരൊക്കെ ആദ്യം കഴിച്ചു. ഞാൻ സാത്തുവിന് ഫുഡ് കൊടുത്തോണ്ടിരുന്നു. പിന്നെ ഞാൻ കഴിക്കണ നേരത്തെ അവർ പുറത്ത് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു. ആകെ ഒരു വിഷമമുണ്ടായത് പുറത്തുണ്ടായിരുന്ന ഈ ജൈന്റ് വീൽ പോലത്തെ സാധനത്തിലൊന്നും കയറാൻ പറ്റിയില്ല. വേറൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു ജംബോ സർക്കസിന്റെ. അപ്പോൾ സമയം വൈകിയോണ്ട് അതും കാണാൻ പറ്റിയില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്പെൻഡ് ചെയ്ത മണിക്കും ടൈമിനും ടോട്ടലി വർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബൈ ബൈ.